ഈ പട്ടണത്തിൽ തന്നെ അന്നം കഴിക്കാതെ അല്ലെങ്കിൽ അത്താഴം കഴിക്കാതെ ഒരാളും കിടക്കരുതെന്ന് ആദ്യം നിശ്ചയദാർഢ്യത്തോടു കൂടി രംഗത്ത് വന്നത് തുടങ്ങിയത് ശ്രീ തങ്കു ബ്രദറാണ് എന്ന അഭിമാനത്തോടെ പറയും. റിച്ച് വേൾഡ് വൈഡ് അവിടെ തുടങ്ങി ഇന്ന് കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അത് വന്ന് അവസാനം ഒരു കാലഘട്ടത്തിൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ നാട്ടിൽ പോയി അലഞ്ഞു തിരിയുന്നവനെ അടക്കം യഥാർത്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വിപുലവും വിശാലവുമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സമാനമായ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുത്ത തങ്കു ബ്രദർ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ആ രൂപത്തിലാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ തന്നെ ഇവിടെ വന്ന് നിരവധി ഘട്ടങ്ങളിൽ അന്നം വിതരണം ചെയ്തിട്ടുണ്ട്, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, വസ്ത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ ഇതിൻ്റെ ഈ റീച്ച് വേൾഡ് വൈഡ് ചെയ്തു കൊടുത്ത ഭവനങ്ങൾ, എത്ര ഭവനങ്ങളാണ്. കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് ഒരു വീട് കിട്ടുമ്പോൾ സന്തോഷം എന്താ? ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു വിശ്വമാനവികത അവിടെ ജനിക്കുന്നത്. റീച്ച് വേൾഡ് വൈഡിൽ ആ വിശ്വമാനവികത ഉയരുകയാണ് എന്നുള്ളതാണ് ഇതിന്